നമുക്ക് വട്ടിയൂർക്കാവിലേക്ക് വരാം. ഇവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ LDF സുസജ്ജം എന്ന് പറയുകയാണ് വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിയായി വി കെ പ്രശാന്ത്. എതിരാളികൾ ആരായാലും കുരുങ്ങില്ല, താൻ വോട്ട് തേടുന്നത് വികസന തുടർച്ചയ്ക്ക് വേണ്ടിയാണെന്നും വി കെ പ്രശാന്ത് പറയുന്നു. അങ്ങനെ ഇലക്ഷൻ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ ഇങ്ങനെ ഇലക്ഷൻ പ്രചാരണത്തിലേക്ക് പോവുകയായിരിക്കും. അപ്പോൾ സ്ഥാനാർത്ഥികൾ വീട് കയറി തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് ചില സ്ഥാനാർത്ഥികളുടെ വീടിന്ന് കയറാം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് വട്ടിയൂർക്കാവുകാരുടെ സ്വന്തം വി കെ പ്രശാന്തിൻ്റെ, എല്ലാവരുടെയും പ്രശാന്തേട്ടൻ്റെ വീട്ടിലാണ്. ചേട്ടാ, ഇലക്ഷൻ തീയതിയൊക്കെ പ്രഖ്യാപിച്ചു, കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപേ ഇങ്ങനെ ഇലക്ഷൻ എത്തുകയാണ്. എന്താണ് തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിയോ? സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന് ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് റോഡ് ഷോ ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ ആ നിലയിൽ ഞങ്ങളുടെ സംഘടനാ സംവിധാനം വളരെ ഫലപ്രദമായി ഇതിനോടകം വിന്യസിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ സമയം കുറഞ്ഞു പോയി എന്നുള്ളത് ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്നില്ല. കഴിഞ്ഞ 5 വർഷം കൊണ്ടാണ് ഒരു മാറ്റം ജനങ്ങൾക്ക് അനുഭവേദ്യമായത്. കാരണം 1685 കോടി രൂപയാണ് എൻ്റെ നിയോജക മണ്ഡലത്തിൽ മാത്രം ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ചെലവഴിക്കപ്പെട്ടത്. ഇത് ജനങ്ങളുടെ കണ്ണുമുമ്പിലുണ്ട്. അതുകൊണ്ട് മാറി ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ജനങ്ങളെ സംബന്ധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് LDF അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന നിലയ്ക്ക് കാര്യങ്ങൾ വരും എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ആത്മവിശ്വാസമുണ്ട്. 110 സീറ്റിന് മുകളിലേക്ക് ഞങ്ങളുടെ MLA-മാരുടെ എണ്ണം കാണും. അപ്പോൾ മത്സരം എങ്ങനെയാണ്? കടുക്കുമോ കൊടുമ്പിരി കൊള്ളുമോ? അല്ല, തീർച്ചയായിട്ടും LDF-ന് വലിയ സ്വാധീനമുള്ളൊരു സ്ഥലമായിരുന്നില്ല വട്ടിയൂർക്കാവ്. ഞാൻ 2019 ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞങ്ങൾ 3-ാം സ്ഥാനത്തായിരുന്നു. ആ 3-ാം സ്ഥാനത്ത് നിന്നാണ് ഞങ്ങൾ 14,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം അന്ന് നേടിയത്. 2021 പൊതുതെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് 21,000-ലേക്ക് ഞങ്ങൾ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഞാൻ കാണുന്നത് 25,000-ന് മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. എത്ര കരുത്തരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ മറുവശത്ത് വന്നാലും വികസനവും MLA-യുടെ പ്രവർത്തനവും ഇവിടെ നന്നായിട്ട് നടത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ജനങ്ങളെ ഏൽപ്പിച്ച ഒരു ചുമതല ഞങ്ങൾ ആത്മാർത്ഥമായി നിർവഹിച്ചു. ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് കളഞ്ഞിട്ടൊന്നും പോയില്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങൾക്കത് ബോധ്യമുണ്ട്. അതുകൊണ്ട് അവർ ഞങ്ങളെ തന്നെ തിരഞ്ഞെടുക്കും. അപ്പം ഉറച്ച വിശ്വാസത്തിലാണ്. എന്തായാലും ഇവിടെ വട്ടിയൂർക്കാവിലെ ജനങ്ങളോട് പുതുതായി എന്താണ് അവരോട് പറയാനുള്ളത് ഈ ഇലക്ഷന് വേണ്ടിയിട്ട്? അതെ, ഇപ്പം ഞങ്ങൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ 5 വർഷം കൊണ്ട് നിരവധി കാര്യങ്ങൾ ചെയ്തു. ഞങ്ങളിപ്പോൾ ഏറ്റവും അവസാനം ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കി. എനിക്ക് തോന്നുന്നു MLA-മാരിൽ ആദ്യമായിട്ട് പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കിയത് ഞാനായിരിക്കും. ഞങ്ങളിനി ഇറക്കാൻ വേണ്ടി പോകുന്ന എല്ലാ തെരഞ്ഞെടുപ്പ് പ്രചരണ സാമഗ്രികളിലും QR കോഡ് കൊടുക്കും. അപ്പോൾ ജനങ്ങൾക്കിത് പരിശോധിക്കാം. അപ്പോൾ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും പൊള്ളയായ വാഗ്ദാനങ്ങളല്ല, ഇത് നടപ്പാക്കിയിട്ടുണ്ട്. അടുത്ത 5 വർഷം കൊണ്ട് 2040 വട്ടിയൂർക്കാവ് എങ്ങനെയാകണം എന്നുള്ളൊരു വിഷൻ ഡോക്യുമെൻ്റ് ഞങ്ങൾ ഇറക്കുകയാണ്. അതിൻ്റെ തുടർച്ചയ്ക്കാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. വികസനത്തിനൊരു വോട്ട്, വികസന തുടർച്ചയ്ക്കൊരു വോട്ട്, അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. അപ്പോൾ കണ്ടില്ലേ, ഫുൾ കോൺഫിഡൻസിലാണ്. മറ്റു മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ ഒന്ന് സൂക്ഷിച്ചോളൂ. ഇവിടെ പ്രശാന്തേട്ടൻ ഫുൾ റെഡിയാണ്, തയ്യാറാണ്, എന്തിനേയും നേരിടാനായി, വിജയത്തെ സ്വീകരിക്കാനായി തയ്യാറായി നിൽക്കുകയാണ്.